നമസ്കാരം. ഞാൻ ജോത്സൻ ശ്രീനാഥ്, തൃശ്ശൂരാണ് പ്രവർത്തിക്കുന്നത്. എന്നും നമ്മുടെ ദുരിതങ്ങളെല്ലാം, എല്ലാ ദുരിതങ്ങളും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമ്മുടെ കർമ്മത്തിലായാലും നമ്മുടെ ജീവിത നിലവാരമായാലും നന്നാക്കി എടുക്കാൻ അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ കർമ്മം നമ്മൾ എന്താണോ പഠിപ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആ കർമ്മം ചെയ്യാനുള്ള വിദ്യ വേണ്ടേ, അത് ചെയ്തതിന് ശേഷം നമ്മൾ കർമ്മം തുടങ്ങി. പക്ഷെ പല വിധത്തിലും പല വിഷയങ്ങളെ കൊണ്ടും നമ്മൾ എത്ര നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ടും നമുക്ക് വേണ്ടത് വേണം ഒരു പേരും പ്രസിദ്ധി അവിടെ കിട്ടണില്ല, അല്ലെങ്കിൽ നല്ല വളർച്ച കിട്ടണില്ല. ഇതൊരിക്കലും നമ്മുടെ മാത്രം കുറ്റമായിട്ട് നമുക്ക് പറയാൻ വയ്യ. മറ്റു പല നെഗറ്റീവ് എനർജികളും നമ്മളെ ബാധിക്കുന്നുണ്ടാവാം. ഇത് നമ്മൾ പരിഹരിക്കണം. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ട വിഷയം. ശരിക്കും ഈ എന്താണ് നമ്മളെ ബാധിക്കുന്ന ക്ലേശത എന്നുള്ളത് നമ്മൾ ആദ്യം വ്യക്തമാക്കണമെങ്കിൽ നമ്മളൊരു ജ്യോതിഷവശാൽ നോക്കി ആ ജ്യോതിഷത്തിൽ കാണുന്ന, ഇപ്പം ഞാൻ വലിയ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള ആളാണ്. ആ പഠനങ്ങളെക്കാൾ ഉപരി ഒരു ജ്യോതിഷം എന്നുള്ള വിഷയത്തിൽ എനിക്ക് പഠിക്കാനും വിഷയങ്ങളേക്കും, നിങ്ങൾ ചിന്തിക്കും സാമ്പത്തികമല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് മനസ്സിലാക്കാനും പല വ്യക്തികൾക്കും ഗൈഡൻസ് കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇതിൽ നിന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് തിരിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കർമ്മം നമ്മൾ നശിക്കാൻ തുടങ്ങി, അതിനെങ്ങനെ വളർച്ച ഉണ്ടാക്കുക എന്നുള്ള വിഷയങ്ങൾ ഞാൻ പലർക്കും ബുദ്ധി പറഞ്ഞു കൊടുത്തപ്പോൾ അത് വർക്കൗട്ടായി മാറി. അതെങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്, ഒരാൾ ചെയ്യുന്ന കർമ്മം നമ്മൾ നോക്കിയിട്ട് അത് അദ്ദേഹത്തിന്റെ ജാതകത്തിന് എന്താണോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന പ്രാപ്തിയുള്ള അല്ലെങ്കിൽ യോഗ്യമായിട്ടുള്ള വിഷയം ഏതാണെന്ന് മനസ്സിലാക്കി, അതും ഇന്ന് ചെയ്യുന്ന കർമ്മവും തമ്മിൽ എന്താണോ ബന്ധം, ഇന്ന് ചെയ്യുന്ന കർമ്മത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ ഗുണം, അത് മാർക്കറ്റിങ്ങിലാണോ അല്ലെങ്കിൽ സെയിൽസിലാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കസ്റ്റമർ സപ്പോർട്ടാണോ, എന്ത് വിഷയങ്ങളാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ കഴിവുകൾ ഇദ്ദേഹത്തിന്റെ കർമ്മത്തിലേക്ക് ഇടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനൊരു സെൽഫ് മോട്ടിവേഷൻ അദ്ദേഹത്തിന് എന്തായാലും വേണം, മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് എനർജി എന്തായാലും വേണം. അത് ഏത് വിധത്തിൽ, അത് ഈശ്വരഭജനയിലൂടെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല പ്രാർത്ഥനയിലൂടെയാണോ മെഡിറ്റേഷനിലൂടെയാണോ, എന്താണ് അതിന്റെ മാർഗം? പല വിധത്തിൽ, എല്ലാം ഒന്നും ചിന്തിക്കരുത്. ദേവതാ പൂജ മാത്രമല്ല, അല്ലെങ്കിൽ ദേവനെ ഉപാസിക്കൽ മാത്രമല്ല, ഏത് വിധത്തിലാണിത് പരിഹരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി അദ്ദേഹത്തിന്റെ ഒരു മെന്റൽ പവർ കൂട്ടാനുള്ള മാർഗങ്ങൾ ഈശ്വരീയമായിട്ടോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെ കൊണ്ടോ ദുരിത പ്രായശ്ചിത്തങ്ങളെ കൊണ്ട് നോക്കി അത് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിനൊരു ഒരു വളർച്ച, ഒരു അഭിവൃദ്ധി നമ്മൾ ഉണ്ടാക്കണം. അത് ഇദ്ദേഹത്തിന്റെ കർമ്മത്തിനെ ശരിക്കും പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ കർമ്മം ശരിക്കും വളരുന്നത് ഒരിക്കലും ഒരു കസ്റ്റമർ സപ്പോർട്ടോ അല്ലെങ്കിൽ ജനങ്ങളായിട്ട് വെറുതെ ഒരു ബന്ധമല്ല. ഇത് ആജീവനാന്തം നിലനിൽക്കാവുന്ന ഒരു സുഹൃത്ത് ബന്ധമായിട്ട് ശരിക്കും ഈ ബന്ധങ്ങൾ മാറി ഇദ്ദേഹത്തിന് എന്നും ഈ കർമ്മം നിലനിർത്തുകയും ഇദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിനെന്നും പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാവാൻ ഇതുകൊണ്ട് കാരണമാവും. നമ്മൾ എന്താണോ ദുരിതം, എന്താണോ പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചാലാണ് ഏതൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതൊരു ഇഷ്യൂസും മാറിക്കിട്ടുള്ളൂ. നന്ദി, നമസ്കാരം.